ആദ്യം വന്നത് ഡംപ്ലിങ്സ് ആണ്. അതിനോടൊപ്പം ചില്ലി ആൻഡ് ഗാർലിക് ഡിപ്പിംഗ് ഓയിൽ സൈഡ് ഡിഷായി കിട്ടി. ഡംപ്ലിങ്സ് മാത്രം കഴിക്കുമ്പോൾ ബ്ലാൻഡ് ടേസ്റ്റ് ആണ്. പക്ഷേ ഓയിലിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചപ്പോൾ സെയിം ഡംപ്ലിങ്സ് തന്നെയാണോ എന്ന് തോന്നിപ്പോവും. ജിയാങ്സ് ചില്ലി ചിക്കനും കിംചി ഫ്രൈഡ് റൈസുമാണ് പിന്നെ വന്നത്. ഫ്രൈഡ് റൈസ് എനിക്ക് വലിയ ഇഷ്ടമായില്ല. ചോറ് കുഴഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ അതിൽ ആഡ് ചെയ്ത സോസും എൻ്റെ ടേസ്റ്റ് ബഡ്സിന് പറ്റിയതായിരുന്നില്ല. ചില്ലി ചിക്കൻ നല്ലതായിരുന്നു. അധികം സ്പൈസി അല്ലാത്തത് കൊണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടായില്ല. ബർമീസ് കോസിയയ്ക്ക് നമുക്ക് പരിചയമുള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു. കാരണം അതിൻ്റെ ബേസ് തേങ്ങാപ്പാലാണ്. നൂഡിൽസും ക്യാരറ്റും ബീൻസും ചിക്കനും പുഴുങ്ങിയ മുട്ടയും പിന്നെ തേങ്ങാപ്പാലും. ഷെഫ് പിള്ളെ റെസ്റ്റോറൻറ്റിൽ നിന്നും നിർവാണ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് സാമ്യമുള്ള ടേസ്റ്റാണ്. ഇതോടൊപ്പം സൈഡായി ഫ്രൈഡ് ഓണിയൻ, പീനട്ട്, ഫ്രൈഡ് നൂഡിൽസ്, ചില്ലി ഫ്ലേക്സ് ഒക്കെയാണ് ലഭിച്ചത്. അവസാനം വന്നത് കൊറിയൻ ബിബിംബാപ്പ്. ഇതൊരു ഫ്രൈഡ് റൈസിനോട് സാമ്യം തോന്നുന്ന ഡിഷായിരുന്നു. ആകെ വ്യത്യാസം റൈസും പച്ചക്കറിയും ചിക്കനും മുട്ടയും സോസും ഒന്നും മിക്സ് ചെയ്യാതെയാണ് തന്നത്. ഇതൊരു വലിയ ബൗളിൽ നല്ലോണം അറേഞ്ച് ചെയ്ത് തരും. വെജിറ്റബിൾസ് എല്ലാം ഹാഫ് കുക്ക്ഡ്. മുട്ടയാണെങ്കിൽ സണ്ണി സൈഡ് അപ്പ്. നല്ലൊരു അനുഭവമായിരുന്നു ഇത് കഴിക്കുന്നത്. വേറിട്ട ക്യുസീൻസ് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് തീർച്ചയായും ബുക്ക് മാർക്ക് ചെയ്യുക. ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയി പോകാൻ പറ്റിയ ഒരു ഫുഡ് ജോയിൻ്റ് ആണിത്. ഇതേപോലെ നിങ്ങൾക്കും ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പങ്കുവയ്ക്കൂ.